ടേസ്റ്റ് ആൻഡ് മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഒന്നുകിൽ അതൊരു വെജിറ്റേറിയൻ സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ ഒരു നോൺ വെജിറ്റേറിയൻ രീതിയായിരിക്കും. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നാണ് സാധാരണയായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുക. അപ്പൊ നോൺ വെജിറ്റേറിയൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ടും കഴിക്കാൻ പറ്റും. വെജിറ്റേറിയൻ ഭക്ഷണവും കഴിക്കാം, നോൺ വെജ് കഴിക്കാം. അതേസമയം വെജിറ്റേറിയൻസിനാണെങ്കിൽ വെജിറ്റേറിയൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ നോൺ വെജ് വിഭാഗത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ വെജിന്റെ വിഭവങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുതൽ പരീക്ഷണങ്ങളും വേണം. കാര്യം എന്നും ഒരുപോലെയുള്ള ഭക്ഷണം കഴിക്കാൻ ആരും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഒരേ കാര്യങ്ങളായിരിക്കാം, പക്ഷെ ചേരുവകളുടെ കാര്യത്തിൽ ചെറിയ മാറ്റത്തോടുകൂടി തയ്യാറാക്കി കഴിഞ്ഞാൽ അത് വളരെ പുതുമയുള്ള വ്യത്യസ്തമായ ഒരു വിഭവമായി മാറുന്നു. അപ്പോൾ ഈ ആമുഖം എന്തിനാണെന്ന് മനസ്സിലായോ? നമ്മൾ ഇന്നൊരു ചിക്കനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചിക്കൻ എന്ന് പറയുമ്പോൾ ചിക്കൻ എത്ര തരം കറികൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു അല്ലേ, പല രീതിയിലുള്ള വിഭവങ്ങൾ. അപ്പോൾ ഇന്നും ഒരു ചിക്കന്റെ വിഭവം, പക്ഷെ ഇതും വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്നു. അപ്പോൾ ചേരുവകളുടെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ, പിന്നെ അത് തയ്യാറാക്കി വരുമ്പോൾ വ്യത്യസ്തമായ രുചിയും വ്യത്യസ്തമായ മണവും അത് കാണാനുള്ള ഭംഗിയും വളരെ വ്യത്യസ്തമായിരിക്കും. നിറവും ഗുണവും ഒക്കെ മാറ്റത്തോടു കൂടി വരും. അപ്പോൾ ഇതെന്താണെന്ന്? ചിക്കൻ കുറുമയാണ്, പക്ഷെ ഒരു യെല്ലോ കുറുമയല്ല, നമ്മളൊരു വൈറ്റ് കുറുമയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ വെള്ളക്കുറുമ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം 25 കഷ്ണങ്ങളായി മുറിച്ചത്, വെണ്ണ 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, തൈര് 1/4 കപ്പ്, പട്ട 1 കഷ്ണം, ഏലക്ക 6 എണ്ണം, ഗ്രാമ്പു 6 എണ്ണം, ഫ്രഷ് ക്രീം 1/2 കപ്പ്, ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി ഗ്രേവിക്ക് വേണ്ട ചേരുവകൾ: സവാള 2 വലുത് കഷ്ണങ്ങളായി മുറിച്ചത്, പച്ചമുളക് 12 വലുത് കഷ്ണങ്ങളാക്കിയത്, ബദാം 25 ഗ്രാം, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം, വെള്ളം 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ചിക്കൻ വെള്ളക്കുറുമ തയ്യാറാക്കാം. അപ്പൊ ഈ ചിക്കൻ വെള്ളക്കുറുമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കളർ മനസ്സിലായല്ലോ, വൈറ്റ് ആയിരിക്കും എന്തായാലും. സാധാരണ കുറുമ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ കളറാണ് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഉള്ള കാര്യങ്ങളെല്ലാം കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അണ്ടിപ്പരിപ്പ് വേണം, പിന്നെന്താ ബദാം വേണം, ഫ്രഷ് ക്രീം വേണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ചിക്കനെ ഒരു 1.5 കിലോയുടെ കോഴി എടുത്തിട്ട് ഒരു 25 പീസസ് ആയിട്ട് മുറിക്കുക, കഷ്ണങ്ങളായിട്ട്. അപ്പൊ ഒരു തീരെ ചെറുതല്ല, ഇടത്തരം കഷ്ണങ്ങൾ. അതാണ് ഒരു കാര്യം. അപ്പൊ ചിക്കൻ ഇവിടെ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മൾ ഒരു ഗ്രേവിക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യമേ തന്നെ തയ്യാറാക്കി വെക്കണം. അപ്പൊ ഗ്രേവി എന്ന് പറഞ്ഞാൽ നല്ല കുറുകുറ എന്നുള്ള ഒരു അരപ്പാണ് അതിന്റെ. അപ്പൊ അതിന് വേണ്ടത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വേകാനായിട്ട് മാറ്റി വെക്കണം. അടുപ്പ് കത്തിക്കാം. എന്നിട്ട് നമ്മളൊരു ചൂടായിട്ടുള്ള പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ വേകാനായിട്ട് വെക്കണം. ഈ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സവാള, വലിയ സവാള ആണെങ്കിൽ 2 എണ്ണം, ഒരു ഇടത്തരം സൈസ് ആണെങ്കിൽ 3 സവാള എടുത്തിട്ട് തീരെ ചെറുതായിട്ട് അരിയണം എന്നില്ല, കുറച്ച് വലുതായാലും കുഴപ്പമില്ല, സ്ലൈസസ് ആയിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ പീസസ് ആയിട്ടോ ഒക്കെ മുറിക്കാം. അപ്പൊ ഈ രീതിയിൽ മുറിച്ചത്. ഇത് കുറച്ച് വലിയ കഷ്ണങ്ങൾ തന്നെയാണ്, എന്നാൽ ഒരുപാട് വലുതല്ല. അതിനോടൊപ്പം നമ്മൾ പച്ചമുളക്, അതും വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. അപ്പോൾ വലിയ പച്ചമുളക് ആണെങ്കിൽ ഒരു 10-12 പച്ചമുളക് വരെ ചേർക്കാം. പിന്നെ എരിവ് അനുസരിച്ചിട്ടാണ്, ഇതിന് എത്രത്തോളം എരിവ് വേണം അതനുസരിച്ച് 10 മുതൽ 15 പച്ചമുളക് വരെ ചേർക്കാം, വലുത് നോക്കിയിട്ട്. അപ്പോൾ ഇത് ഇച്ചിരി വലുതാണ്, ഞാനൊരു 12 പച്ചമുളക് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, അതും ചേർത്തു. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും ബദാമും. അപ്പം അണ്ടിപ്പരിപ്പ് 25 ഗ്രാം. അപ്പം നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ടുന്നേ ഉള്ളൂ. എന്തായാലും ഇതിന്റെ കൂടെ കിടന്ന് വേഗം, അപ്പം എന്തായാലും സോഫ്റ്റ് ആകും. പക്ഷെ വെള്ളത്തിൽ ഇട്ടിരുന്നാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യം നടക്കും. അതുപോലെ തന്നെ ബദാമും 25 ഗ്രാം, ആൽമണ്ട്സ് അത് ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലിപ്പോൾ തൊലിയോട് കൂടിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ തൊലി നമ്മളിത് വെന്ത് കഴിയുമ്പോൾ തൊലി എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അരയ്ക്കുന്നതിന് മുന്നേ അതിന്റെ തൊലി ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി മാറ്റിയാൽ മതി. ഇതിനോടൊപ്പം നമ്മൾ കുറച്ച് വെള്ളം, വേകാൻ ആവശ്യമായ വെള്ളം, ഏതാണ്ട് 1-1.5 കപ്പോളം വെള്ളം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. ഇനി ഉള്ളിയെല്ലാം പാകത്തിന് വെന്ത് ആ കൂട്ടത്തിൽ കടന്ന് പച്ചമുളകും വേഗം, പിന്നെന്താണ് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ വെന്ത് കിട്ടും. വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വേകാൻ വെച്ചിരുന്ന സവാള, പച്ചമുളക്, അണ്ടിപ്പരിപ്പ്, ബദാം, ഇത്രയും കാര്യങ്ങൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5-2 കപ്പ് വെള്ളത്തോളം വേണ്ടി വരും വേകാനായിട്ട്. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഞാൻ ഊറ്റി മാറ്റിയിരിക്കുകയാണ്. കാര്യം ഇതൊന്ന് തണുക്കണം. കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റുക. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അന്നേരം ഇത് വേവിച്ച വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ആ വെള്ളവും കൂടി ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കും. വേറെ വെള്ളത്തിന്റെ ആവശ്യമില്ല, ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം. അപ്പൊ ഇതൊന്ന് തണുത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ ഗ്രേവിയുടെ
ഒരു മസാല എന്ന് നമുക്ക് പറയാം. മസാല ഇച്ചിരി എരിവൊക്കെ കിട്ടുന്നത് ഈ കാര്യത്തിലാണ്. അപ്പോൾ ഒരു 10-12 പച്ചമുളകുണ്ട്, അണ്ടിപ്പരിപ്പ് 25, ബദാം 25 ഗ്രാം, പിന്നെന്താണ് സവാള, 3 ഇടത്തരം സവാള അല്ലെങ്കിൽ 2 വലിയ സവാള. ഇതൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ ബ്ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അതിന്റെ തൊലി അളക്കാൻ എളുപ്പമാണ്. ഈ രീതിയിൽ അതിന്റെ തൊലി മാറ്റിയിട്ടാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മാതിരി തന്നെ ഇരിക്കും. തൊലി മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ സവാള പേസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സവാള, അണ്ടിപ്പരിപ്പ്, ബദാം, പച്ചമുളക് ചേർത്ത് വേവിച്ച പേസ്റ്റ്. അത് തണുത്തപ്പോൾ ഞാൻ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് അരച്ചെടുത്തു. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റിയിരിക്കുന്നത് ഒരു ബൗൾ നിറച്ചുണ്ട്. ഇതാണ് നമ്മുടെ ഈ ചിക്കൻ വെള്ളക്കുറുമയുടെ ഗ്രേവി ആയിട്ട് വരാൻ പോകുന്നത്. ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇനി ചൂട് കട്ടിയുള്ളൊരു പാത്രം, ഒരു ചീനച്ചട്ടി പോലെയോ കടായി, ഏതെങ്കിലും ഒരു കടായി പാറ്റേൺ ആകാം, അല്ലെങ്കിൽ ഫ്രൈങ് പാൻ പോലത്തെ ആകാം. അതിലേക്ക് ഇനി നമുക്ക് 2 ഓപ്ഷനാണ്. 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എണ്ണ, അല്ലെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, അല്ലെങ്കിൽ വെണ്ണ. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ വെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഏതാണ്ട് 2 ടേബിൾ സ്പൂണോളം വെണ്ണ, അല്ലെങ്കിൽ ഏതാണ്ട് 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് 1-2 കാര്യങ്ങൾ, ചെറിയ സ്പൈസസ്, ഹോൾ സ്പൈസസ്, അതായത് മുഴുവനായിട്ട് ഇടുന്ന മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇവിടെ ഏലക്കയുടെ രുചിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏലക്ക ഒരു 6 ഏലക്ക, പിന്നെ ഗ്രാമ്പു ഒരു 4 മുതൽ 6 വരെ ചേർക്കുക, ഒരു ചെറിയ കഷ്ണം പട്ട. ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ചേർക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഒരു മണം ഇങ്ങനെ വരണം, ഇങ്ങനെ എണ്ണയിലോ കിടന്ന് അത് മൂക്കുന്ന ഒരു മണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, അതും നമ്മൾ സാധാരണയായിട്ട് ഇറച്ചിയിലെല്ലാം ചേർക്കുന്ന കാര്യമാണ്. ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഒന്നുകിൽ അത് പേസ്റ്റ് ആകാം, അല്ലെങ്കിൽ കഷ്ണമാകാം, അരിഞ്ഞതാകാം. നമ്മളിവിടെ ചോപ്പ് ചെയ്തതാണ്, അല്ലെങ്കിൽ ചതച്ച് ചേർത്താലും മതിയാകും. അപ്പോൾ വെണ്ണ ഉരുകി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട. ഒരു കഷ്ണം എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇച്ചിരി നീളമുള്ള ഒരു കഷ്ണം. അതിനെ നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ പൊടിച്ചിടും. ഇതാണ് നമ്മൾ ഒരു കഷ്ണം പട്ട എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ 4 മുതൽ 6 വരെ ഗ്രാമ്പു, ഏലക്ക ഒരു 6 ഏലക്ക. നമ്മൾ പൊടിച്ചിട്ടില്ല, ചതച്ചിട്ടില്ല, ഒന്നുമില്ല, വെറുതെ മുഴുവനായിട്ട് ഇടുകയാണ്. അതിങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊലിയോടുകൂടി ഇടുമ്പോൾ. അപ്പോൾ ഈ ഒരു ഹോൾ സ്പൈസസ് അല്ലെങ്കിൽ ഈ മുഴുവൻ മസാല ഇങ്ങനെ മൂക്കുന്നൊരു മണം വരണം. വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന, ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ അരിഞ്ഞു വെച്ചതാണെങ്കിൽ അത് വെളുത്തുള്ളിയും ഇഞ്ചി, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ നിറം ചെറുതായി ഒന്ന് മാറണം, ചെറുതായിട്ട് അതിന്റെ മണവും കൂടി ഇറങ്ങട്ടെ. ശരിക്കും ഇത് എണ്ണയിൽ ചെയ്താലും നല്ലതാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു എണ്ണയിൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി നല്ലൊരു അരോമ, നല്ലൊരു മണം നമ്മളുടെ വിഭവത്തിന് തരും. ഇപ്പോൾ വെളുത്തുള്ളിയുടെയൊക്കെ നിറം നന്നായി മാറി തുടങ്ങുന്നു. ഇനി പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങളായിട്ട് ചേർക്കണം. ഇനി കുരുമുളക് പൊടിച്ചത് ഒരു 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. 1 മുതൽ 1.5 ടീസ്പൂൺ. ഇത് എരിവിന്റെ കാര്യമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കുരുമുളകും കൂടി എന്താ പറയുക, ആ വെണ്ണയിൽ കടന്നിട്ട് മുക്കുന്നൊരു മണം. ഇനി നമ്മളിതിലേക്ക് ചിക്കന്റെ കഷ്ണങ്ങൾ 25 പീസസ് ആയിട്ടാണ് നമ്മൾ മുറിച്ചിരിക്കുന്നത്. ചേരുവകളെല്ലാം തന്നെ ചിക്കന്റെ കഷ്ണങ്ങളിൽ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന രീതി. അതായത് എന്തൊക്കെയാണ്? വെളുത്തുള്ളി, ഇഞ്ചി, മൂത്ത് കിടക്കുന്ന കാര്യങ്ങൾ, വെണ്ണ, പിന്നെന്താ കുരുമുളക് പൊടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി ഒരു കാര്യം കൂടി ചേർക്കണ്ടേ, ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. അതും കൂടി കഷ്ണങ്ങളിൽ പിടിക്കട്ടെ. അല്പം ഉപ്പും കൂടി. ഇതിപ്പോ തുടക്കത്തില് ചിക്കന്റെ പീസസിൽ പിടിക്കാനുള്ള ഉപ്പാണ്. മൂപ്പിച്ചെടുത്ത്, സത്യം പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് പാസ്ലി ലീവ്സോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ്. അതിന്റെ എരിവെല്ലാം ഒന്നുകൂടി ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ മണമാണ്. ഇപ്പൊ ഈ രീതിയിൽ കഴിക്കാൻ തോന്നുന്നില്ലേ? പക്ഷേ ഇതൊരു 3/4 കുക്ക്ഡ്, അപ്പം ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്.
ഇത് എത്ര സമയം വേണമെങ്കിലും നമുക്കിങ്ങനെ മൂപ്പിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷെ എന്തായാലും നമ്മളൊരു 5 മുതൽ 7 മിനിറ്റ് സമയം വരെ ഇങ്ങനെ മൂപ്പിക്കാം. ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ നമ്മുടെ ഗ്രേവി ചേർത്താൽ കുറച്ചുകൂടി സ്വാദായിരിക്കും. വെറുതെ ഒരു റോ ആയിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഗ്രേവിക്കകത്ത് കഷ്ണങ്ങളിട്ട് വേവിച്ചെടുക്കുന്നതിനെക്കാട്ടിലും സ്വാദാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ, അപ്പോൾ ചെറുതായിട്ട് കഷ്ണങ്ങളുടെയൊക്കെ നിറം മാറി തുടങ്ങുന്നു. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ചില ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ആകുന്നു. അങ്ങനെ ആകുന്ന വരെ ഇങ്ങനെ നമ്മൾ ഈ വെണ്ണയിലിട്ട് ഇങ്ങനെ മൂപ്പിക്കുകയാണ്. ഏകദേശം 7 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ഗ്രേവി. ഈ വൈറ്റ് ഗ്രേവി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ള ഇതിൽ? ഇത് സവാള, പച്ചമുളക്, പിന്നെന്താണ് അണ്ടിപ്പരിപ്പ്, ബദാം എല്ലാം കൂടി ചേർത്ത് 1-2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചതാണ്. നല്ല കുറുകുറ എന്നുള്ള രീതിയിൽ നല്ല തിക്ക് പേസ്റ്റാണിത്. ഒരു 3 ഇടത്തരം സവാള, 25 ഗ്രാം വെച്ച അണ്ടിപ്പരിപ്പ്, ബദാം. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ വരുമായിരിക്കും. പക്ഷെ അതാണെങ്കിൽ അതിൽ തന്നെ കിടന്ന് വറ്റണം. ആ വെള്ളത്തിൽ കിടന്ന് വേഗം വറ്റും. പിന്നെ എന്താ പറയുക, ബട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു സ്വാദ് ബട്ടറിൽ കടന്ന് പിന്നെ ഇറച്ചി മൂക്കുന്നു. അപ്പം നമ്മളിത് ഗ്രേവിയും ചേർക്കും. ഫുൾ ഗ്രേവിയും ചേർക്കാം. ഒട്ടും ബാക്കി വെച്ചേക്കണ്ട, ഫുൾ. ഇനി ഈ ഗ്രേവിയിൽ കിടന്ന് ഒരല്പം നേരം ചിക്കൻ്റെ കഷ്ണങ്ങൾ വേകട്ടെ. അപ്പോൾ 1/4 ഭാഗം വെന്തിട്ടുണ്ട്. മൂക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് വെന്ത് കഴിഞ്ഞല്ലോ. പക്ഷെ ഇനി ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് വേകണം. ഗ്രേവിയിലും കുറച്ച് എരിവെല്ലാം ഉണ്ട്. കാര്യം പച്ചമുളകും കൂടി ചേർത്ത് അരച്ചതാണ്. 12 പച്ചമുളകാണ് ഇതിനകത്തുള്ളത്, വലിയ പച്ചമുളക്. ഉപ്പ് കുറച്ച് ചേർത്തിരുന്നു നേരത്തെ, വേണമെന്നുണ്ടെങ്കിൽ ഇനി പിന്നെ ചേർക്കാം. പിന്നീട് ഇനി അല്പം നേരം നമ്മൾ പാത്രം ഒന്ന് അടച്ചിട്ട് വേവിക്കാൻ പോകണം. നന്നായിട്ടൊന്ന് വേകട്ടെ. കഷ്ണങ്ങളൊക്കെ പാകത്തിന് ഒരു 5 മുതൽ 7 മിനിറ്റ് സമയം വീണ്ടും വേകാനായിട്ട് സമയം കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വേകട്ടെ. അപ്പോൾ ആ ഗ്രേവിക്കകത്തുള്ള കാര്യങ്ങളും കൂടി കഷ്ണങ്ങളിൽ പിടിച്ച് കുറച്ചുകൂടി സ്വാദാകട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. വെയിറ്റ് ചെയ്യാം.